ഗൈസ്, അപ്പം നമ്മുടെ കയ്യിൽ വീട്ടിൽ ഇതുപോലത്തെ കുറേ പെട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ ഡിഷ് വാഷിൻ്റെ പിന്നെ എന്തെങ്കിലുമൊക്കെ പെട്ടികൾ കേട്ടോ. അതായത് ഇതുപോലെ കിടക്കുന്ന ഡിഷ് വാഷിൻ്റെ പെട്ടിയൊക്കെ ഉണ്ടല്ലോ. ഇതുപോലത്തെ പെട്ടികളൊക്കെ നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കോറാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലായിട്ട് കൂട്ടുകാരെ. ബ്ലേഡ് വേണം ഗൈസ്, ഞാൻ കത്തി വെച്ചിട്ട് മുറിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല. സോ ഒരു കട്ടൻ ചായ കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ പെട്ടികളൊക്കെ ഉണ്ടല്ലോ, അതായത് പായസം വാങ്ങുമ്പോൾ ഇങ്ങനത്തെ പെട്ടികൾ കിട്ടും, സാമ്പാർ പൊടി വാങ്ങുമ്പോൾ കിട്ടും, അങ്ങനത്തെ ഇതുപോലെയുള്ള പെട്ടികളൊക്കെ എടുത്തിട്ട് വലിച്ചെറിഞ്ഞ് കളയേണ്ട ഗൈസ്. നമ്മളിത് ഇതുപോലെ ഫ്രണ്ട് പോർഷൻ ഒരു സ്ക്വയറിലല്ല, നീളത്തിൽ എന്താ പറയുക, അതുപോലെ അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. അതിങ്ങനെ നീളത്തിൽ സ്കെയിലൊന്നുമില്ല ഗൈസ്, എന്താണ്ടൊക്കെ വെച്ചിട്ട് അളവെടുത്തിട്ടാണ് മുറിക്കുന്നത്. സോ ഇതുപോലെ മുറിച്ചത് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഒരു പെട്ടിക്കോളം പോലെ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈലിൻ്റെ കവറൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അങ്ങനത്തെ പെട്ടികളൊക്കെ എടുക്കാം. അപ്പോൾ കയ്യിലുള്ള കുറച്ച് പെട്ടികളൊക്കെ അങ്ങനെ എടുത്ത് ഒരു നാലെണ്ണം മിനിമം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളതിന് ചുറ്റും നമ്മുടെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തൊന്ന് സെക്യൂർ ആക്കിയിട്ടുണ്ട്. സൈഡ് വെച്ച് നമ്മൾ പൊളിച്ചെടുത്തില്ല, അപ്പോൾ ചെറുതായിട്ട് കാർബോണിൻ്റെ ഒരു പരിപരിപ്പ് ഉണ്ടാവും. സോ നമ്മൾ കുറച്ച് കളർ പേപ്പേഴ്സ് ഒട്ടിക്കാൻ പോകണം. നിങ്ങളുടെ കയ്യിൽ വാൾ സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒട്ടിക്കാം. എൻ്റെ കയ്യിലുള്ളത് വാൾ സ്റ്റിക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ കളർ പേപ്പർ, അല്ലെങ്കിൽ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിക്കാം. ന്യൂസ് പേപ്പർ ഒട്ടിച്ചിട്ട് ഒരു കാപ്പി കളർ കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും, വെറൈറ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ വാൾ പേപ്പറിൻ്റെ ഷീറ്റ് നമ്മൾ പശ തേച്ചിട്ട് ഒട്ടിക്കേണ്ട എൻ്റെ കയ്യിലിരിക്കുന്ന വാൾ സ്റ്റിക്കർ പശയില്ലാത്താണ് കേട്ടോ. നമുക്ക് കഴിഞ്ഞ ദിവസം കുറേ കിട്ടിയായിരുന്നു. സോ ഉൾവശത്ത് നമ്മൾ ഇതുപോലെ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് കളറിലെ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. സൈഡ് വശത്തും നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ, സൈഡിലും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് പോർഷനിലും അകത്തും എല്ലാ വശത്തും ഉള്ളിൽ ഇങ്ങനെ കാർബോണിൻ്റെ കളർ കാണുന്നിടത്തൊക്കെ നമ്മൾ ഓരോ പീസുകൾ മുറിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ഇങ്ങനത്തെ ഒരു ഷെൽഫാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ എങ്ങനെയാണ് നമ്മുടെ വോളിലേക്ക് സ്റ്റിക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ടേപ്പ് എടുക്കുക കേട്ടോ. ഡബിൾ ടേപ്പ് എടുക്കുക, നല്ല രീതിയിൽ പശയുള്ള ഡബിൾ ടേപ്പ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അകത്തേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ബാൽക്കണിയിലല്ല, കോറിഡോറിൽ നേരെ അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് നാളെ ഒരു ചെറിയൊരു ഡെക്കോർ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു സാധനം പിറക്കാൻ കിട്ടിയിട്ടുണ്ട്. കാച്ചിക്കൊണ്ട് ചായക്കട അവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, കാച്ചിക്കൊണ്ട കടയുടെ റൈറ്റ് സൈഡിൽ, കാച്ചിക്കൊണ്ട കടയുടെ റൈറ്റ് സൈഡിലായിട്ട് ആ പെയിൻറ്റിങ് പാട്ടയുടെ മുകളിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ നമ്മളതിൻ്റെ പുറകിലേക്ക് ഡബിൾ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാൻ പോകട്ടെ. ഡബിൾ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിൽ താഴെ മാത്രം ഒട്ടിച്ചാൽ പോരാ, ഒരു 3-4 ലെയറെങ്കിലും ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ചിലവരുടെ ബോളിൽ നിന്നൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്, ചിലതൊക്കെ കുറേ നാൾ നിൽക്കും കേട്ടോ. മാക്സിമം ഡബിൾ ടേപ്പിൽ തന്നെ ഒട്ടിക്കാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞു പോകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ഡബിൾ ടേപ്പിലായിട്ടാണ് മിക്കപ്പോഴും ഒട്ടിക്കാറ്. കാച്ചിക്കൊണ്ട് ഉറക്കം എണീച്ച് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ അവന് പുറത്ത് പോകണമെന്നൊക്കെ പണ്ടിക്കണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2-3 മണിക്കൂർ എടുത്തിട്ടാണ് ആ ഒരു 5-6 ഒട്ടിച്ചെടുത്തിട്ട് കുറേ സമയം പിടിക്കൂട്ടോ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ വോൾ സ്റ്റിക്കറിലും പാശയില്ലാത്തതുകൊണ്ട് മുറിച്ച് പാശ തേച്ച് ഒട്ടിക്കാൻ കുറച്ച് സമയം പിടിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് കാശിക്കൊണ്ട് എണീച്ചിട്ടുണ്ട്. കാശിക്കൊണ്ടോടെ എന്തോ കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തിയേക്ക് വേണ്ട. അപ്പോഴേക്കും നമ്മളത് അവൻ പല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോഴേക്കും നമ്മളത് മുഴുവൻ ഒട്ടിച്ചിട്ട് ബാക്കിൽ നിന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് കുഞ്ഞു സാധനങ്ങൾ വെക്കാൻ പാടില്ല, വെയിറ്റുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ലൈസ് കയ്യിലിരിപ്പുണ്ടായി, അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞി ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊന്നും ഇല്ല കേട്ടോ, വെറുതെ പ്ലാസ്റ്റിക്കിൻ്റെ പൂവായിട്ട് വെച്ചങ്ങനെ ഗൈസ്. ഇതേപോലെ ലൈസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാച്ചിക്കൊണ്ട് എന്തോ പൊട്ടിയ വണ്ടിയുടെ ടയർ മിനിയൻ, ഇത് അവൻ്റെ കളിപ്പാടത്തിൻ്റെ മിനിയനാണ്. എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായി, കുറച്ച് അധികം ഫോട്ടോസ് ഉണ്ട് കേട്ടോ കയ്യിൽ. അപ്പോൾ ഒരു ഫോട്ടോ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കളയുന്ന പെട്ടികൾ കൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലായിട്ട് കൂട്ടുകാരെ. ഗൈസ്, ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ ബൈ.